വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. വരുന്ന മാസം നമ്മളുടെ എക്സാമാണ്. അപ്പോൾ SSLC ഇംഗ്ലീഷിലെ മൂന്നാമത്തെ ഭാഗമാണ്, അതായത് മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അതായത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻ സെക്ഷനാണ്, മൂന്നാമത്തെ സെക്ഷനാണ്. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ 1, 3, 5 അതുപോലെ 7, 9 ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസാനം ചാപ്റ്റർ 14 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 19 ആണ്, എ പ്രയർ ഫോർ ഹീലിംഗ് എന്ന് പറയുന്ന അധ്യായം. ഓക്കെ, നമുക്കറിയാം അത് പോയമാണ്. എന്തിനെ കുറിച്ചുള്ള പോയമാണ്? എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സുഖപ്പെടുക. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ് സെക്ഷനിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ കൂടെ ഒരു പേനയും പെന്നും നിർബന്ധമാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ പേന കൂടെ ഉണ്ടാവണം. എല്ലാ അധ്യാപകരും എല്ലാ ലൈവ് ക്ലാസ്സിലും പറയുന്നതാണ്. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടെ നിങ്ങൾ ഉണർത്തുകയാണ്, ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നമ്മുടെ കൂടെ പേനയും പെന്നും നോട്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓക്കെ, പേനയും നോട്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആ രൂപത്തിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസുകളായിരിക്കാം നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ആദ്യമായി നമുക്ക് ചാപ്റ്റർ 19 എ പ്രെയർ ഫോർ ഹീലിംഗ് എന്നുള്ള അധ്യായത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് നോക്കാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എല്ലാ അധ്യായങ്ങളിലും ഇതുപോലെ എല്ലാ എക്സാമുകളിലും വരുന്നതാണ് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഒരു പാരഗ്രാഫ് തരിക, അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിന് ആൻസർ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. വി ജോയിൻ വിത്ത് ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ മീൻസ് ദാറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കറിയാം, ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ വി ജോയിൻ വിത്ത് ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വി റിലേറ്റഡ് ടു ഈച്ച് അതർ എന്നുള്ളതും, അതുപോലെ വി അഗ്രി ടു വർക്ക് ടുഗദർ എന്നുള്ളതും. ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത് വി ഷുഡ് ഹോൾഡ് ഈച്ച് അതേഴ്സ് ഹാൻഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഓപ്ഷൻ ഡി കൊടുത്തിട്ടുള്ളത് വി ലീവ് ഓൺ ദ എർത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? ആൻസർ ബി ആണ്, വി അഗ്രി ടു വർക്ക് ടുഗദർ. ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ഓക്കെയാണ്. വി ജോയിൻ വിത്ത് എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതേഴ്സ്. മറ്റുള്ളവരോടൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വി അഗ്രി ടു വർക്ക് ടുഗദർ. ഒന്നിച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് സമ്മതമാണ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് വാട്ട് ഡു ദ വേർഡ് ഓർ ഫ്രേസസ് ടു ബ്രിങ് ടു ന്യൂ ലൈഫ്. ഇതിൽ ഏതൊരു വേർഡാണ് അല്ലെങ്കിൽ ഫ്രേസ് ആണ് ടു ബ്രിങ് എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം കൊണ്ടുവരിക എന്നുള്ള മീനിങ്ങിൽ വരുന്നത്, അല്ലെങ്കിൽ ടു റിസ്റ്റോർ, ടു റിഫ്രഷ് ആൻഡ് ടു റിന്യൂ സജസ്റ്റ്, ഈ ഒരു മീനിങ്ങിൽ വരുന്ന ഫ്രേസ് ഏതാണ്, വേർഡ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? These words indicate a desire to revitalize and the earth and its elements. They suggest a need to heal any damage done and bring back to planets a natural health and abundance എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് എന്നുള്ളത്, അല്ലേ? എവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നതാണ്. എല്ലാത്തിനും ആൻസർ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ 3 ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ക്രിയേറ്റേഴ്സ് ആർ ബീങ് റെഫേർഡ് ടു ദിസ് യൂണിറ്റ്. ഏത് ജീവികളെയാണ് ഈ ഒരു യൂണിറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത്? ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻസ് എന്നുള്ളതാണ്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എ ഗോസ്റ്റ് ആൻഡ് ബി സ്പിരിറ്റ്സ്, ഓൾ ടൈപ്പ് ഓഫ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ്. സി കൊടുത്തിട്ടുള്ളത് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ കാണുന്നുണ്ടാകും. വാട്ട് ക്രിയേച്ചേഴ്സ് ആർ ബീങ് റെഫേർഡ് ടു ഇൻ ദിസ് യൂണിറ്റ് എന്നുള്ളതാണ്
ക്വസ്റ്റ്യന്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ ഗോസ്റ്റ് എന്നുള്ളതാണ്. ദെൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് വാട്ട് ക്രിയേച്ചേഴ്സ് ആർ ബീയിങ് റെഫേർഡ് ടു ഇൻ ദിസ് യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിൽ ഏതൊരു ജീവിയെയാണ് കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഗോസ്റ്റ് ആണ്. ഗോസ്റ്റിനെയാണോ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്? അതുപോലെ ഗോസ്റ്റ് ആൻഡ് സ്പിരിറ്റ്സ് എന്നുള്ളതാണ്. പ്രേതാത്മാക്കളെയാണോ സൂചിപ്പിച്ചിട്ടുള്ളത്? അതുപോലെ ബി ടൈപ്സ് ഓൾ ടൈപ്സ് ഓഫ് അനിമൽസ് ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത് ഹ്യൂമൻ ബീയിങ് ഹു ആർ ഡിപ്പെൻഡന്റ് അപ്പോൺ ഒതേഴ്സ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻ മാറി വന്നതാണ്. ഓക്കെ, ഇതിന് മുകളിലും അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ആൻസർ എന്താണ്? ആൻസർ ബി ആണ്. ഓൾ ടൈപ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്, ഓൾ ടൈപ്സ് ഓഫ് അനിമൽസ് ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ്. ഓക്കെ, എല്ലാ ടൈപ്പിനുമുള്ള ഏഴുജന്തുക്കളാവട്ടെ, പക്ഷികളാവട്ടെ, പറവകളാവട്ടെ, എല്ലാ ജന്തുക്കളെയും ഇവിടെ എന്താക്കുന്നുണ്ട്? ആ ഒരു ക്രിയേച്ചർ എന്നുള്ള വേർഡ് കൊണ്ട് അർത്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ വേർഡ്സ് സെലിബ്രേറ്റ് ആൻഡ് റിജോയ്സ് ആർ എക്സ്പ്രഷൻസ് ഓഫ് ജോയ്. ഓക്കെ, ഈ രണ്ട് വാക്കുകളും എന്തിനെ സൂചിപ്പിക്കുന്നത്? ജോയ്, സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. വി സെലിബ്രേറ്റ് ദ ബർത്ത് ഓഫ് ചൈൽഡ് ബിക്കോസ് വി ആർ ഹാപ്പി. നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ആ കുട്ടിയുടെ ജനന ദിവസത്തെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മളൊക്കെ എല്ലാവരും ഹാപ്പി ആണെന്ന്. We rejoice in this fact that free and compulsory education is the right of every child now. But why have these words been used in the context of the sea, sunlight and stars? Okay, ഈ ഒരു ഭാഗത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു റിജോയ്സ് അല്ലെങ്കിൽ സെലിബ്രേറ്റ് എന്നുള്ള വാക്ക് വേർഡ് വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇതിന് ആൻസർ ഒരുപാട് വിശദീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തിന് ആൻസർ നമുക്ക് നോക്കാം. ദ പ്രയർ യൂസസ് സെലിബ്രേറ്റ്. ഇവിടെ പ്രയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സെലിബ്രേറ്റ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താ നോക്കാം. ആൻഡ് റിജോയ്സ്, സെലിബ്രേറ്റ് മാത്രമല്ല റിജോയ്സും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഓഫ് നാച്ചുറൽ എലമെന്റ്സ് ഓഫ് എക്സ്പ്രഷൻസ് ഹാപ്പിനെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീഷിയേഷൻസ് ഫോർ ദെയർ ബ്യൂട്ടി ആൻഡ് വിച്വൽ, ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് നോക്കാം, ഒന്നുകൂടി പറയാം. അതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ദ പ്രയർ യൂസസ് സെലിബ്രേറ്റ് ആൻഡ് റിജോയ്സ് ഇൻ ദിസ് കോണ്ടക്ട് ഓഫ് നാച്ചുറൽ എലമെന്റ്സ് ഓഫ് ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീഷിയേഷൻ ഓഫ് ദർ ബ്യൂട്ടി ആൻഡ് വിറ്റൽ ഓഫ് ഇൻ സസ്റ്റെയിൻ ലൈഫ്. നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന നന്ദി പ്രകടനങ്ങളും അതുപോലെയുള്ള ഉള്ളിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളെയും അഭിനന്ദനങ്ങളെയും അറിയിക്കാൻ വേണ്ടി നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ത്? ഹാപ്പിനെസ്സും റിജോയ്സസും അതുപോലെ സെലിബ്രേറ്റ് ഒക്കെ. ഇപ്പൊ സെലിബ്രേറ്റ് കൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, നമ്മളുടെ ഒരു ദിവസം നമുക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദപരമായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യണം, അത് അതിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നോക്കാം. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പേഴ്സൺസ് ഹാപ്പിനെസ്. ഇവിടെ സെലിബ്രേറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ മാത്രം ഹാപ്പിനെസ്സിനെ അല്ല, എന്നാൽ എന്താണ്, ബട്ട് എ ഡീപ്പർ എവേ ആൻഡ് വണ്ടർ ഓഫ് ദ ഫോർ ദ എർത്ത് മാഗ്നിഫിസൻസ്. അതായത് ഭൂമിയുടെ മുഴുവൻ സന്തോഷത്തെയാണ് ഇവിടെ എന്താക്കിയിട്ടുള്ളത്? സെലിബ്രേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. വി സെലിബ്രേറ്റ് ദ വാസ്റ്റൻസ് ഓഫ് ദ സീസ്, ദ വാംത്ത് ഓഫ് ദ സൺ. അല്ലെ, സൂര്യകിരണങ്ങളും അറ്റമില്ലാത്ത കടലിന്റെ എല്ലാ ആഴങ്ങളെയും കൊണ്ട് നമ്മൾ എന്താകുന്നുണ്ട്? കൺകുളിർക്കി ആസ്വദിക്കാറുണ്ട്. ഇതെല്ലാം എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ്. ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല, കാഴ്ചശക്തിയുള്ള എല്ലാ ആളുകൾക്കും ഇതെല്ലാം വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിലെല്ലാം എല്ലാവരും ആനന്ദ പുളകിതമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ സെലിബ്രേറ്റ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല എന്തുകൊണ്ടാണെന്ന് നോക്കാം. റെക്കഗ്നൈസിങ് ടു ഇൻസ്റ്റിക്ട് വാല്യൂ ആൻഡ് ഔട്ട് ഓഫ് ദ കണക്ഷൻ ടു ദം. These are just some basis interpretation. Remember, the beauty of the prayer lies in personal meaning and emotions it evokes within you. നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്കുള്ളിലും ഒതുങ്ങിയിരിക്കുന്ന വികാരങ്ങളെയും എല്ലാം എടുത്തു കാണിക്കുന്ന ഒരു ഇതാണെന്ത്? സെലിബ്രേറ്റ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ?
വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ റീക്രിയേറ്റ് ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റി? ഹ്യൂമൻ കമ്മ്യൂണിറ്റിയെ റീക്രിയേറ്റ് എന്നതുകൊണ്ട് എന്താണ് പോയറ്റ് അർത്ഥമാക്കുന്നത്, എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻസർ: ദ പോയറ്റ് ലൈക്ലി റെഫേഴ്സ് ടു റീബിൽഡിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുക, അത് ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? റീക്രിയേറ്റ് അല്ലെങ്കിൽ റീബിൽഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ റീക്രിയേറ്റ് ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റി? മനുഷ്യ സമൂഹത്തെ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ദ പോയറ്റ് ലൈക്ലി റെഫേഴ്സ് ടു റീബിൽഡിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് our relationship with each others. This could involve fostering empathy, understanding and collaboration across cultures, backgrounds and belief to create or more harmonious society. എല്ലാ സമൂഹത്തിൻ്റെ ഐക്യകണ്ഠേനയുള്ള ഒരു ഹാർമണി ഉണ്ടാകുമ്പോൾ, നമുക്ക് എല്ലാവരും ഒത്തുകൂടലുകൾ ഉണ്ടാകുമ്പോൾ അതിലിടയിലുണ്ടാകുന്ന ഒരു ഐക്യം, ഇതെല്ലാം മനുഷ്യർക്ക് വേണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ സഹകരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ എന്താകുന്നത്, ഒന്നും കൂടി ശക്തി പ്രാപിക്കുന്നത്. മനുഷ്യകുലം എന്ന് പറയുന്ന വർഗം ഒരു ശക്തിയോട് കൂടി വരുന്നത് എങ്ങനെയാണ്? എല്ലാത്തിനിടയിലും ഒരു യൂണിറ്റി, ഒരു ഐക്യം ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമ്മളുടെ പോയറ്റ് അർത്ഥമാക്കിയിട്ടുള്ളത്. ഒന്നും കൂടി പറയാം, അതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത്: ഇറ്റ് ഈസ് അബൌട്ട് മൂവിങ് ബിയോണ്ട് ഡിവിഷൻസ് ആൻഡ് എംബ്രേസിങ് അവർ ഷെയർഡ് ഹ്യൂമാനിറ്റി. ഇവിടെയൊക്കെ നമ്മളെ ഒരിക്കലും പാർട്ടിഷൻ ആക്കാൻ പാടില്ല, ഡിവിഷൻ ഉണ്ടാകാൻ പാടില്ല. ഡിവിഷൻസ് ഉണ്ടാകുമ്പോഴാണ് വർഗ വിവേചനങ്ങളില്ലാണ്ട് എല്ലാവർക്കും ഒരുപോലെ പോവാൻ കഴിയുമ്പോഴാണ് മനുഷ്യർക്ക് ഐക്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം മനുഷ്യൻ്റെ ഐക്യത്തെയാണ് ഇവിടെ റീക്രിയേറ്റ് ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റി എന്നത് കൊണ്ട് പോയിട്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ ടു റിമെമ്പർ അവർ ചിൽഡ്രൻ മീൻസ് ദാറ്റ്. ഓക്കെ, കറക്റ്റ് ഓപ്ഷന് ടിക്ക് ചെയ്യാനാണ്. അതായത് നമ്മൾ ഒരു പക്ഷേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയൊക്കെ ആൻസർ വരാൻ സാധിക്കും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഓർമ്മിച്ച് വെക്കുക. ടു റിമെമ്പർ അവർ ചിൽഡ്രൻ, നമ്മളുടെ കുട്ടികളെ റിമെമ്പർ ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഇതിൽ ബാക്കി ഫില്ല് ചെയ്യാനാണ്. ഓപ്ഷൻ എ: ചിൽഡ്രൻ വിൽ ബി അഡൾട്ട്സ് ഇൻ ഫ്യൂച്ചർ. അതുപോലെ തന്നെ ബി: പാരൻസ് ലവ് ദെയർ ചിൽഡ്രൻ. ഓക്കെ, രക്ഷിതാക്കൾ അവരുടെ മക്കളുടെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഓപ്ഷൻ സി വരുന്നത്: വി ഷുഡ് ലീവ് ബിഹൈൻഡ് ഓഫ് ഫോർ അവർ ചിൽഡ്രൻ എ ബെറ്റർ വേൾഡ്. ഓപ്ഷൻ ഡി വരുന്നത്: നോട്ടി ചിൽഡ്രൻ ക്യാൻ ഡിസ്ട്രോയ് പീസ് എന്നുള്ളതാണ്. ഓക്കെ, അനുസരണയില്ലാത്ത നോട്ടി മക്കളൊക്കെ എന്താണ്, നമ്മളുടെ സമാധാനത്തെ നശിപ്പിക്കും എന്നുള്ള 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താണ്? വി ഷുഡ് ലീവ് ബിഹൈൻഡ് ഓഫ് അവർ ചിൽഡ്രൻ എ ബെറ്റർ വേൾഡ്. നമ്മളെല്ലാവരും എന്താകണം, നമ്മളുടെ മക്കളുടെ പിന്നാലെ നടന്നിട്ട് എന്താകണം, അവരുടെ ഒരു ബെറ്റർ വേൾഡിന് വേണ്ടി നമ്മളെല്ലാം ട്രൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ന്യൂ ജനറേഷൻ്റെ പിന്നിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പിന്നിലുണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ദെൻ ഇതിൽ 7th ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് 2 തിങ്സ് ഡസ് ദ പോയറ്റ് വാണ്ട് അസ് ടു പ്രൊമോട്ട്? 2 കാര്യങ്ങളെക്കുറിച്ച് പോയറ്റ് എന്ത് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്, എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതിന് ആൻസർ ചെയ്യേണ്ടത് എമംഗ് 30 വേർഡ്സിലാണ്. 30 വേർഡെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ നമ്മളിവിടെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻസർ: ദ പോയറ്റ് വാണ്ട് അസ് ടു പ്രൊമോട്ട് ജസ്റ്റിസ് ആൻഡ് പീസ്. ഓക്കെ, പോയറ്റ് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും നീതിയുക്തമായിട്ട് സമാധാനത്തോടു കൂടി ഇവിടെ എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ദിസ് ഫണ്ടമെൻ്റൽ വാല്യൂസ് ആർ ക്രൂഷ്യൽ ഫോർ എ thriving human community and a balanced relationship with the earth. ഓക്കെ, ഇതെല്ലാം നല്ല സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകണമെങ്കിൽ മനുഷ്യൻ്റെ ഐക്യത്തെയും കമ്മ്യൂണിറ്റിയിലുണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ ഭീഷണിയെയും നമ്മൾ മറികടക്കേണ്ടതുണ്ട് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ: വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ ഫ്രൈസ് മെനി ആൻഡ് ഡിവൈസ് എക്സ്പ്രഷൻസ് ഓഫ് വൺ ലവിങ് മിസ്റ്ററി എന്നുള്ളതാണ്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻസ് ബൈ ദ ഫ്രേസ് മെനി ആൻഡ് ഡിവൈസ് എക്സ്പ്രഷൻസ് ഓഫ് വൺ ലവിങ് മിസ്റ്ററി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ
ദിസ് ലൈൻ സജസ്റ്റ്സ് ദാറ്റ് ഡിസ്പൈറ്റ് അവർ ഡിഫറൻസസ് വി ആർ ഓൾ യുണൈറ്റഡ് ബൈ എ കോമൺ അണ്ടർലൈങ് സോഴ്സ് ഓഫ് ലവ് ആൻഡ് കണക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ദിസ് ലൈൻ സജസ്റ്റ്സ് ദാറ്റ് ഡിസ്പൈറ്റ് അവർ ഡിഫറൻസസ്, ഓക്കെ, അതായത് നമ്മളുടെ ഈ ഒരു ലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളുടെ വ്യത്യാസങ്ങളെയാണ്. വി ആർ ഓൾ യുണൈറ്റഡ് ബൈ എ കോമൺ അണ്ടർലൈങ് സോഴ്സ് ഓഫ് ലവ് കണക്ഷൻ. നമ്മളെല്ലാം ഒന്നിച്ചു നിർത്തുന്നത് ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന പരസ്പര സ്നേഹത്തെയാണ്. ഇതെല്ലാം ഒറ്റ കുടയ്ക്ക് കീഴിലാവുന്നത് എങ്ങനെയാണ്? പരസ്പരം ഉള്ളിലുണ്ടാകുന്ന സ്നേഹ പ്രകടനങ്ങളോട് കൂടിയാണ്. ഇറ്റ് സെലിബ്രേറ്റ് ദ റിച്ച് tapestry of human life and recognize in the inherent value in each individual regardless of their background of beliefs എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 19ാമത്തെ അധ്യായത്തിൽ ഹീലിംഗ് പ്രെയർ ഫോർ ഹീലിംഗ് എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ. അപ്പം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ എക്സാമുകൾ ചെയ്യാൻ സാധിക്കും, എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് ചാപ്റ്റേഴ്സിലായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നൈറ്റിലുള്ള ലൈവ് ക്ലാസ്സിൽ ഏറെക്കുറെ എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ചില ചാപ്റ്റേഴ്സുകൾ നമ്മൾ നൈറ്റിലുള്ള ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതിനിവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായി അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇവിടെ പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതാണ്, ആൻസേഴ്സ് കാണുന്നതാണ്. കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമുകളൊക്കെ വളരെ സിമ്പിളായിരിക്കും എന്നുള്ളത് വീണ്ടും നിങ്ങൾ ഞാൻ ഉണർത്തുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ, പോർഷൻസുകൾ, അതിലുണ്ടാകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ 22 ആണ്. ചാപ്റ്റർ 22ൻ്റെ പേരെന്താണ്? ദ ട്രൂത്ത് എന്ന് പറയുന്ന അധ്യായമാണ്. ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിൽ നമുക്ക് വളരെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻസേഴ്സുകൾ, ആ ക്വസ്റ്റ്യൻസിന് അനുസരിച്ചുള്ള ആൻസേഴ്സുകളും അതെങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഇവിടെ വീണ്ടും നമുക്ക് ഉണർത്തുന്നുണ്ട്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഒബ്ജക്ട്സ് മെൻഷൻ ഇൻ ദ സ്റ്റാൻസ ക്യാൻ കോസ് ഫിസിക്കൽ ഇഞ്ചുറി. ഫിസിക്കൽ ഇഞ്ചുറിക്ക് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഇവിടെ ഒന്നാമത്തെ സ്റ്റാൻസയിൽ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത് ദ പാസേജ് ഡസൻറ്റ് മെൻഷൻ എനി ഫിസിക്കൽ ഒബ്ജക്ട്സ് കാപ്പബിൾ ഓഫ് കോസിങ് ഇഞ്ചുറി. ഇഞ്ചുറിക്ക് കാരണമാകുന്ന ഒരു കാര്യവും നമ്മളുടെ ഒന്നാമത്തെ സ്റ്റാൻസയിൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല എന്നുള്ളതാണ് ഇവിടെ പറയണത്. ഇറ്റ് ഫോക്കസസ് ഓൺ ദ മെറ്റഫോറിക്കൽ പവർ ഓഫ് വേർഡ്സ് ആൻഡ് ദർ ഇമ്പാക്റ്റ് ഓഫ് എമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റഫോറിക്കൽ പവറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ വേർഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതെല്ലാം തന്നെ ഇമ്പാക്ട് ഓൺ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ്, നമ്മളുടെ ബന്ധങ്ങളുടെയും വൈകാരികമായ ചിന്തയുടെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള മെറ്റഫോറിക്കൽ വേർഡ്സുകൾ മാത്രമാണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഹാവ് വേർഡ്സ് ഇൻ ദ പോയം ബീൻ കമ്പയർഡ് വിത്ത്. ഈ ഒരു പോയം വേർഡ്സ് എന്തെല്ലാം കാര്യങ്ങളോടെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആൻസർ. ദ പോയം കമ്പയർസ് വേർഡ്സ് ടു വേരിയസ് തിങ്. വ്യത്യസ്തമായ വേർഡുകളിൽ ഈ ഒരു പോയത്തെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹൈലൈറ്റിംഗ് ദർ ഡിവൈസ് ഇമ്പാക്ട് എന്നുള്ള കാര്യത്തിൽ പറയുന്നുണ്ട്. വെപ്പൺസ് വേർഡ്സ് ക്യാൻ കൺഫർ സ്ട്രെങ്ത് എന്നുള്ള രൂപത്തിൽ പറയുന്നുണ്ട്. ഓർ ഡ്രോൺ ഇറ്റ് ഓഫ് എന്നുള്ള മീനിങ്ങിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സജസ്റ്റിംഗ് ദർ ആബിലിറ്റി ടു എംപവർ ഓർ വേക്കൻസ് ഒതേഴ്സ് എന്നുള്ള രൂപത്തിലും വരുന്നുണ്ട്. സോഷ്യൽ ടൂൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിന് താഴത്ത് നമുക്കിവിടെ കാണാവുന്നതാണ്. സോഷ്യൽ ടൂൾ എന്ന് പറയുന്ന രീതിയിൽ എന്താണ് സോഷ്യൽ ടൂൾ എന്ന് പറഞ്ഞാൽ വേർഡ് ക്യാൻ ഗോയിങ് ഫ്രണ്ട് ഓർ ദ ടേൺ ദ ടേം ഇൻ ടു എനിമീസ്. അതുപോലെ തന്നെ എംഫസൈസിങ് ദർ റോൾ ഇൻ ദ ബിൽഡിംഗ് ഓർ ബ്രേക്കിംഗ് റിലേഷൻഷിപ്സ് എന്നുള്ള അർത്ഥത്തിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ എലവേറ്റേഴ്സ് ഡൗൺവാർഡ് എന്നുള്ള മീനിങ്ങിന് വരുന്നത് വേർഡ്സ് ക്യാൻ എലവേറ്റ് ഓർ ലോവർ ദ ഇൻഡിവിജ്വൽ. ഓക്കെ, നമ്മൾ ഇവിടെ പറയുന്ന ഓരോ വാക്കിനെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നത്.
നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ദെൻ നിങ്ങൾ നോക്കുക, നെക്സ്റ്റ് പറയുന്നത് എന്താ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നമ്മുടെ സ്വന്തം വേർഡ്സിൽ എന്താക്കാണ് ആ വിട്ട ഭാഗം കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. വേർഡ്സ് ആർ കോൾഡ് ഗോസ്റ്റ് ദാറ്റ് ഹണ്ട് us ബിക്കോസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ദേ ട്രബിൾ അവർ മൈൻഡ് ഫോർ എ ലോങ് ടൈം എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻവിസിബിൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വി ക്യാൻ ഫൈറ്റ് ദം ഓർ ഓവർകം ദം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ? ഈസ് ദ മോസ്റ്റ് ഫിറ്റിംഗ് കോമ്പറ്റീഷൻ. വേർഡ്സ് ആർ കോൾഡ് ഗോസ്റ്റ് ദാറ്റ് ഹണ്ട് us because they trouble our mind for a long time. Will negative words can be invisible and can feel difficult to overcome. The lasting impact they have on our emotions and thoughts align best with the metaphor of a hunting എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേർഡ് സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ് ഹർട്ട് us എന്നുള്ളതാണ്. ഇൻ വാട്ട് വേ ഡു ദ ഡിഫർ ഇൻ ദർ ഇമ്പാക്റ്റ്? അവരുടെ ഉണ്ടാകുന്ന ഈ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? റൈറ്റ് യുവർ ആൻസേഴ്സ് അബൌട്ട് 50 or 60 വേർഡ്സ് ആണ്. 50-60 വേർഡുകളിൽ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ് കോസസ് ഇമ്മീഡിയറ്റ് ഫിസിക്കൽ പെയിൻ ദാറ്റ് ഹീൽ ഇൻ ടൈം. Their impact is direct and visible. Words inflict emotions, pain that can linger and fester, affecting thoughts, feelings, and relationships for a longer duration. Their impact is often indirect and hidden എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യുവർ സിസ്റ്റേഴ്സ് ടേക്സ് യുവർ പെൻ വിത്തൗട്ട് യുവർ പെർമിഷൻ ടു റൈറ്റ് ഹെർ എക്സാമിനേഷൻ. നമ്മളുടെ സിസ്റ്റർ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ അവളുടെ എക്സാമിന് വേണ്ടി നമ്മളുടെ പെന്ന് കൊണ്ടുപോയി. ദിസ് കോസസ് ഇൻകൺവീനിയൻസ് ഫോർ യു. ഈ ഒരു കാരണം നമുക്ക് ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഹെൻസ് യു ആർ ആംഗ്രി വിത്ത് ഹെർ. അതുകൊണ്ട് തന്നെ നമ്മൾ അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഹൗ വുഡ് യു റിയാക്ട് ടു ഹർ ആക്ഷൻ? ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ അവളോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ പറഞ്ഞത് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ആങ്കർ കൺട്രോൾ യുവർ റിയാക്ഷൻ. നമ്മൾ സ്വന്തം പെങ്ങളായതുകൊണ്ട് തന്നെ, സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവളോട് ദേഷ്യപ്പെടുന്നതിന് പകരം ട്രൈ എ കാമർ അപ്രോച്ച്. പരമാവധി കൂളായിട്ട് അവളോട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. കാംലി ആൻഡ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് യുവർ ഇൻകൺവീനിയൻസ്. ഓക്കെ, നമ്മൾ അവളോട് നമ്മളുടെ അസൗകര്യം നല്ല കാമായിട്ട് കൂളായിട്ട് ശാന്തമായിട്ടാണ് അവളെ അറിയിക്കേണ്ടത്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദാറ്റ് യു നീഡഡ് ദാറ്റ് പെൻ ആൻഡ് ടേക്കിംഗ് ഇറ്റ് വിത്തൗട്ട് ആസ്കിങ് കോസ് യുവർ ഡിഫിക്കൽറ്റി. ഓക്കെ, സമ്മതമില്ലാതെ ചോദിക്കാതെ പെണ്ണെടുത്തത് കൊണ്ടുണ്ടായിട്ടുള്ള അസൗകര്യങ്ങളെക്കുറിച്ച് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് പറയണത്. ആസ്ക് ഫോർ ഹെർ അപ്പോളജി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അവളോട് എന്താകുക, മാപ്പ് ചോദിക്കുക. അക്നോളജ് ഹെർ നീഡ് ഫോർ പെന്ന്. അവൾക്ക് എന്താവശ്യത്തിനാണ് പെന്ന് ആവശ്യം ഉണ്ടായിരുന്നത്, എന്തിനാണ് നിനക്ക് പെന്ന് വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നിന്റെ പെന്ന് എവിടെ പോയി എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് അവളെ ക്വസ്റ്റ്യൻ ചെയ്യാം. ബട്ട് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്ടിങ് യുവർ ബിലോങ്ങിങ്. ഓക്കെ, മറ്റുള്ളവരെ, നമ്മളെ എന്നല്ല, ഇതുപോലെ എനിക്കുണ്ടായ അനുഭവം ഇനി മറ്റൊരാൾക്കും ഉണ്ടാവരുത്, അതുകൊണ്ട് ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രൂപത്തിലൊക്കെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീക്ക് എ സൊല്യൂഷൻ ടുഗദർ. രണ്ടുപേർക്കും എന്താകാം അതിനുള്ള പരിഹാരം കണ്ടെത്താം. ബ്രെയിൻ സ്റ്റോം alternative arrangements to ensure both of you have what you need of or a respective task. Okay, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, why have words been called swords in stanza second? ഓക്കെ, രണ്ടാമത്തെ സ്റ്റാൻസയിൽ സ്വേർഡ്സ് എന്നുള്ള വേർഡ്സ് കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഹാവ് ബീൻ കോൾഡ് സ്വേർഡ്സ് ഇൻ സ്റ്റാൻസ 2 because they can have a sharp and lasting impact എന്നുള്ളതാണ്. ഓക്കെ, ലാസ്റ്റിംഗ് ഇമ്പാക്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ പറയുന്നത് just like a sword can inflict a deep around
the poet is emphasizing the power of words to hurt and harms others എന്നുള്ളതാണ്. Then ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് when which two words describe the word swords. swords എന്നുള്ള വേർഡിനെ ഏത് രണ്ട് വാക്കുകളാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ആൻസർ വരുന്നത് the two words that describe the swords are pierce and sticks inside എന്നുള്ള രണ്ട് വേർഡുകളാണ്. These words suggest that the impact of words is not only immediate but also long lasting എന്നുള്ളതാണ്. Okay, then next എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് select the meaning of out of the ones given below that best explain that line pierce and stick instead in stanza second എന്നുള്ളതാണ്. ഇതൊക്കെ ഒരേ ക്വസ്റ്റ്യൻസിനാണ്, വിവിധ രൂപത്തിലാണ് അതിനെ നമ്മൾ ആൻസറുകൾ നൽകുന്നത്. ഓക്കെ, ഓപ്ഷൻ എ വരുന്നത് ദ ഇമ്പാക്ട് ഓഫ് ബെറ്റർ വേർഡ്സ് ഇസ് ഡീപ്പ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി വരുന്നത് സ്വേർഡ്സ് ഇഞ്ചറി ഷാർപ്ലി എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ദ വേർഡ്സ് കോസ്ഡ് ബൈ ദ സ്വേർഡ്സ് ഡസൻ ടു ഹെൽപ്പ് അപ്പ് എന്നുള്ളതാണ്, ഹീൽ അപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വന്നത് ദ ബെസ്റ്റ് മീനിങ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ ലൈൻ പിയേഴ്സ് ആൻഡ് സ്റ്റിക്സ് ഇൻസൈഡ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഇമ്പാക്ട് ഓഫ് ബിറ്റർ വേർഡ്സ് ഇസ് എ ഡീപ്പ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് എന്നുള്ളതാണ്. ദിസ് ഇസ് ബിക്കോസ് ദ other option focus on the physical aspect of word injury will the line actually referring to the emotional impact of words. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലാസ്റ്റ് കാണാൻ സാധിക്കും. ഓക്കെ, ലാസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഐഡന്റിഫൈ ദ വേർഡ്സ് ഫ്രം സ്റ്റാൻസ 2 ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ എഫക്ട് ഓഫ് വേർഡ്സ് ദ പോയറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ആൻസർ എന്താണ്, ആൻസർ വരുന്നത് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ എഫക്ട് ഓഫ് വേർഡ്സ് ഓൺ ദ പോയറ്റ് ഈസ് wanted. This word directly indicates that the poet has been hurt by the words of others എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അവസാനത്തെ ഭാഗങ്ങളാണ് പറയുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് where has the pain left the scare എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് the pain has left a scare on the poet's mind and here these are metaphorical scars appearing the lasting emotional impact of the hurtful words എന്നുള്ളതാണ്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് what happened the poet physical injury എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് എങ്ങനെയാണ്, the poem doesn't explicitly mentions how the poet got physically injured എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. we only know that the cuts and braces have healed എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് why could the not forget the words എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസറുകൾ ചെയ്യുക. ദെൻ അവസാനമായിട്ട് 13ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് why do words hurt more than weapons എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് എങ്ങനെയാണ്, the poem says the physical injuries from weapons may heal but the pain from words leaves lasting scare on the mind and heart that suggests that words can inflict deeper and more enduring pain than physical harm. They can damage our self-esteem, relationships and overall sense of well-being എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലൈവ് ക്ലാസ്സിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നെക്സ്റ്റ് നമ്മളുടെ അവസാനത്തെ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ടു ഓൾ.